ഇത്തരത്തിൽ മത്സരയോട്ടം നടത്തിയതുകൊണ്ട് ഒരുപക്ഷെ നഷ്ടമാകുന്നത് എത്ര ജീവനുകളാണ് എന്നതിൻ്റെ കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിൽ മോഡിഫൈ ചെയ്ത ബൈക്കുകളൊക്കെ തന്നെ നിയമലംഘനം നടത്തുന്നതാണ് എന്ന ബോധവും വേണം. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കട്ടെ നമ്മുടെ ചെറുപ്പക്കാർ. ഒപ്പം മോട്ടോർ വാഹന വകുപ്പും കർശനമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവും. പക്ഷേ ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് റോഡ് അപകട മരണങ്ങൾ കുറയുന്നുവെന്ന ആശ്വാസകരമായ ചില വാർത്തകൾ കൂടിയാണ് വരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ചില കണക്കുകളാണ് അത്. മരണക്കണക്കുകളിൽ ചെറിയ ഒരു കുറവിന് കാരണമായി പറയുന്നത് AI ക്യാമറകൾ സ്ഥാപിച്ചതാണ് ഇത്തരത്തിൽ അപകട മരണം കുറയുന്നതിന് കാരണമാകുന്നതെന്നാണ് പറയുന്നത്. ഭൂരിഭാഗം ആളുകളും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും എല്ലാം ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങിയത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. 2020 തുടക്കത്തിൽ 1,40,00,000 ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം നിലവിൽ 1.25 കോടിയോട് അടുക്കുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ഇങ്ങനെ ഒരു കുറവ് വന്നത് ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ അപകട മരണങ്ങളുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കാണ്, അത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. 2018 4,303 അപകടങ്ങളാണ് ഉണ്ടായത്. 2019 ആയപ്പോഴേക്കും പക്ഷേ അതിൽ അപകട മരണമാണ് ഉണ്ടായത്. അതിൽ ഒരു വർധനയുണ്ടായിട്ടുണ്ട്. 4,440 പേരാണ് 2019 അപകടങ്ങളിൽ മരിച്ചത്. 2020 ആയപ്പോഴേക്കും പക്ഷേ അതിൻ്റെ ഒരു പകുതിയോളമായി ചുരുങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. 2,979 പേരാണ് 2020 മരിച്ചത്. അതൊരു ഏറെ ആശ്വാസകരമായ ഒരു വർഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2021 ആയപ്പോഴേക്കും പക്ഷേ വീണ്ടും കൂടി 3,429 അപകട മരണമാണ് ഉണ്ടായത്. 2022 4,317 പേരാണ് അപകടങ്ങളിൽ മരിച്ചിട്ടുള്ളത്. 2023 ആയപ്പോഴേക്കും 4,010 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. നമുക്ക് 2018 അപേക്ഷിച്ച് ചെറിയ ഒരു കുറവെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ 2020 ആയപ്പോൾ വലിയ കുറവുണ്ടായതിൽ നിന്നും അത് നമുക്ക് സ്റ്റേബിളായി നിർത്താൻ സാധിച്ചിട്ടില്ല. തൊട്ടടുത്ത വർഷങ്ങളിൽ വീണ്ടും അപകട മരണങ്ങൾ കൂടുന്നത് തന്നെയാണ് കാണുന്നത്. തുടർച്ചയായി അതിൽ പലതും നിയമലംഘനങ്ങളാണെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഏതായാലും നമ്മുടെ റോഡുകൾ ഏറെ അത് ഇപ്പോൾ പണികളൊക്കെ പൂർത്തിയാക്കി പല റോഡുകളും വൃത്തിയാക്കിയിട്ടുള്ളത് നമുക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മത്സരയോട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. വാഹനം കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുൾപ്പെടെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ അപകടങ്ങൾ കുറയുന്നതിന് വേണ്ടി ഇപ്പോൾ ദീർഘദൂര യാത്രക്കാരാണെങ്കിൽ അല്പസമയം വിശ്രമിച്ച ശേഷമൊക്കെ യാത്ര തുടരുക. അങ്ങനെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ പാലിക്കുക. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ ജീവനുകൾ, ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ് എന്നത് തന്നെയാണ് ഈ കണക്കുകളും വിരൽ ചൂണ്ടുന്നത്. ഏതായാലും ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ചിന്തിക്കാനാകുന്നത് ഈ ഘട്ടത്തിൽ. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ആവേശം അങ്ങനെ കൊട്ടിക്കയറുകയാണ്.